തിരക്കിട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിന് തന്നെ 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് കപ്പാണോ എടുക്കുന്നത് വെച്ചെങ്കിൽ അതേ കപ്പിന് തന്നെ എല്ലാതും അളന്നെടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം നമ്മൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇതിലോട്ട് ആവശ്യമുണ്ട് കേട്ടോ കുഴച്ചെടുത്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ വീണ്ടും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നന്നായിട്ട് പുതിർന്ന് വരുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും ചെയ്യും. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ദോശനെ രാവിലെ നിർബന്ധമൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ ഈ ലൂസിലായിട്ട് മാവ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് സമയം കൂടെ വെക്കുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആവും ചെയ്യും. നമുക്കത് ഒരു ദോശൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിലായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാൻ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം സോഡപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും സോഡപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് തൈരൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ സോഡപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മാവൊന്ന് ദോശമാവിൻ്റെ മാതിരി ബബിൾസൊക്കെ വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നതിന് ശേഷം വേണ്ട ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വിതറി കൊടുക്കാം. അപ്പോൾ കുറച്ച് സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.